നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 7-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 23-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം അഷ്ടമിയാണ്. അപ്പോൾ രേവതി നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ പൊതുവേ നെഗറ്റീവ് ഗ്രഹങ്ങളിൽ പെടുന്നതാണ്. ശത്രു ഗ്രഹങ്ങളിൽ പെടുന്ന ഒന്നാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വയെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് തുനിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങൾക്ക് ഇടപെടാൻ. കാരണം ചൊവ്വയാണ്. ചൊവ്വ ചിലപ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞാലും നമുക്ക് ഓപ്പോസിറ്റായി തീരുന്ന സമയമാണ്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാവാൻ ഇടയുള്ള ദിവസമാണ്. ശത്രുക്കളുടെ എണ്ണം കൂടും. അതുപോലെ വാഹനമൊക്കെ ഓട്ടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതിൽ നിന്ന് പതുക്കെ അവിടുന്ന് ഊരിപ്പോകാൻ നോക്കണം. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ഒക്കെ ചെന്നപ്പെടാൻ ഇടയുള്ള ദിവസമാണ് നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഇന്നത്തെ ദിവസം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് ധനുമാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ദോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേത് എന്നറിയുക. പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങളുടേത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം? ഞാൻ പറഞ്ഞു, കേസ് വഴക്കുകൾ ഈ ഒരു വർഷത്തിൽ വന്നു ചേരാം. അതുപോലെ ശത്രുക്കളുടെ എണ്ണം കൂടാം. വസ്തുപരമായിട്ട് അല്ലെങ്കിൽ വസ്തുവുമായി ബന്ധപ്പെട്ട് അയൽവാസികളുടെ ആവിട്ട് അതുപോലെ കേസോ വഴക്കോ പ്രശ്നങ്ങളോ വരാം. അതേപോലെ ആക്സിഡൻ്റ് ഉണ്ടാവാം. തീപ്പൊള്ളലേക്കാം. അഗ്നികാരകനായതുകൊണ്ട് തീപ്പൊള്ളലേക്കാം. അതുപോലെ സർജറിക്ക് വിധേയമാവാം. മുറിവോ ചതവോ ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു വർഷം വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇതൊക്കെ നമുക്ക് അതിജീവിച്ച് പോകാം. നമുക്ക് ഒരു ഭയക്കാൻ വേണ്ടി പറയണതല്ല, മുന്നറിയിപ്പാണ്. നമുക്കിതൊക്കെ വരും എന്ന് കണ്ടിട്ട് ഭയന്നിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്കിതിനെ എങ്ങനെ അതിജീവിക്കാം? എല്ലാത്തിനും പരിഹാരമുണ്ട്. ആര് വിചാരിച്ചാൽ പരിഹാരം ചെയ്യാൻ പറ്റുമോ? അവരവർ വിചാരിച്ചാലേ പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും വന്ന് പരിഹാരം ചെയ്തു തരും എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. എന്തിനേയും മാറ്റാനുള്ള ശക്തിയുണ്ട് അവരവർക്ക്. അപ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥനാ നിരതരായിരിക്കണം. താൻ പാതി ദൈവം പാതി. അപ്പോൾ താൻ പാതി, ഇതറിയുന്നതാണ് പകുതി. നമ്മൾ അറിഞ്ഞു. അപ്പോൾ നമുക്ക് ഓരോ കാലുവയ്പ് വയ്ക്കുമ്പോഴും, ഇപ്പോൾ വാഹനം ഓട്ടിക്കുന്നിടത്ത് നമ്മൾ സൂക്ഷിച്ച് ഓട്ടിക്കും. അശ്രദ്ധ കാണിക്കില്ല. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അവനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് കഷ്ടകാലമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഓവർടേക്ക് ചെയ്തങ്ങ് പോട്ടെ, നമുക്ക് അവന് മത്സരിക്കാനൊന്നും പോണ്ട. അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിനൊപ്പം തന്നെ നമുക്ക് മുരുകനെ പ്രീതിപ്പെടുത്തണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ശരിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മുരുകക്ഷേത്രത്തിലെ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ മക്കൾക്കാണ് ഈ ബർത്ത്ഡേ വന്നിട്ടുണ്ട് എങ്കിൽ അമ്മ ഷഷ്ടിവ്രതം നോക്കണം. അതുപോലെ സുബ്രഹ്മണ്യ യന്ത്രം, ശ്രീമുരുക യന്ത്രം അപകടങ്ങളോ ദോഷങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രീമുരുക യന്ത്രവും ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടി ധരിക്കണം. ഇത്രയും ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം പൊതുവേ കൊള്ളത്തില്ല. അതിലൂടെ തീരെ കൊള്ളാത്ത കുറച്ച് സമയമുണ്ട്. അതായത് യാത്രയ്ക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി പോകണം. 3:23 തൊട്ട് രാവുകാലം തുടങ്ങും. 4:48 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതേപോലെ
ഗുളികകാലവും യമകണ്ഠകാല സമയവും ശ്രദ്ധിക്കണം. ഗുളികകാല സമയം പറഞ്ഞത് 12:31 തൊട്ട് 1:57 വരെയും, അതുപോലെ യമകണ്ഠകാല സമയം വരുന്നത് 9:39 തൊട്ട് 11:05 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ നോക്കാം. 12:07 തൊട്ട് 12:55 വരെ 48 നേരമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് വസ്ത്രധാരണത്തിന് കുറേ ദോഷങ്ങൾ, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിനെ ബേസ് ചെയ്തിട്ട് കുറേ ദോഷങ്ങൾ മാറിക്കിട്ടും. അതിന് റെഡ് കളറ് നമ്മളെ ചൊവ്വയുടെ നെഗറ്റീവ് ദോഷത്തെ മാറ്റി പോസിറ്റീവ് ഫലത്തെ തരാൻ സഹായിക്കും. അപ്പോൾ റെഡ് മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റെഡ് കളറിലുള്ളതോ ആയിട്ടുള്ള ഷർട്ടോ അല്ലെങ്കിൽ പാൻറ്റോ അല്ലെങ്കിൽ ബ്ലൗസോ ഷാളോ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും സഹായിക്കും. ഇപ്പോൾ എല്ലാവർക്കും പ്രപഞ്ചമാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.